ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു വൈകിട്ട് റിസോർട്ടിൽ നിന്ന് എത്തിയിട്ടാണ്. പക്ഷെ റിസോർട്ടിൽ നിന്ന് എത്തിയിട്ട് ഇന്നലെ പിന്നെ അതിൻ്റെ ഹാങ്ങോറും കാര്യങ്ങളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ റീസെറ്റിങ് റീചാർജിങ് വ്ളോഗാണ്. ഞാൻ പോണെന്ന് തിരുമ്പിയിട്ട് തുണികൾ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ടൂർ പ്ലാൻ ഉണ്ട് പറഞ്ഞില്ല, അപ്പം അതിന് കുറച്ച് പാക്കിങ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് റിട്ടേൺ ചെയ്ത് ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. ആ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാലോ, ടൂർ പോയി ഒരു ദിവസത്തിനായാലും നമ്മൾ ഡ്രസ്സ് കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ താഴ്ചയാരണം അതുപോലെ തന്നെ ബാക്കിയുള്ളത് എടുത്തു വെക്കണം. പെട്ടി അങ്ങനെ ഇരിക്കുകയാണ്. മൊത്തത്തിൽ ആകെ അലമ്പായിട്ടൂടെ എടുക്കണം, ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാട്ടെ. ആദ്യം നിങ്ങൾ ഈ ഹോളൊന്നും എങ്ങനെയാ നിങ്ങൾ കാണുക, എന്നിട്ട് നമുക്ക് ഒക്കെ സെറ്റാക്കി എടുക്കാം. അപ്പൊ കണ്ടതാ, നമുക്ക് തുണികൾ മടക്കിയേക്കാളെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഓർഡർ ചെയ്തതാണ്, ഇത് എടുത്തേക്കണം. പിന്നെ അതുപോലെ തന്നെ കൊടുന്ന പെട്ടി ഇതൊന്നും ചെയ്തിട്ടില്ല, അത് ഇതാക്കണം. ഇവിടെ ഐബുവിന്റെ അലമ്പാണ്, നിങ്ങൾക്ക് എന്നും അറിയാലോ, ഐബു ഉള്ളപ്പോ പിന്നെ അലമ്പാണ്. ഇവിടെ നമ്മൾ മേടിച്ച ഡ്രസ്സുകൾ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പൊ നമുക്ക് കടന്നാലോ പണിയിലേക്ക്. അങ്ങനെ പണി തുടങ്ങാനായി. കുറേ പണി ഉണ്ടാവുമ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ മടക്കാനൊക്കെ ഭയങ്കര മടിയാട്ടാ. അല്ലെങ്കിലേക്ക് തുണി മടക്കി വെക്കാൻ ഭയങ്കര മടികളാണ്. ഞാൻ നാട്ടിൽ പൊതുവേ ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ് തുണി മടക്കി വെക്കലും അടിച്ചു വാരലും. ഷൊർണൂരായാലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, വീട്ടിലായാലും തീരെ ചെയ്യാറില്ല. അപ്പം പിന്നെ ഇവിടെ വന്നിട്ട് തുണി മടക്കി വെക്കലൊക്കെ ആദ്യമൊക്കെ ഭയങ്കര എനിക്ക് തീരെ ഇഷ്ടമല്ല. ചെയ്തല്ലേ പറ്റുള്ളൂ. ഇവിടെ ഇടയ്ക്കൊക്കെ ഷാമിയൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും, പക്ഷെ എപ്പോഴും ഷാമിയൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കലും നല്ലതല്ലല്ലോ. നമ്മൾ തന്നെ ചെയ്തതാക്കണ്ടേ. കടങ്ങളൊക്കെ തുണി ഞാൻ മടക്കണ കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് മടക്കാൻ അറിയില്ല എന്ന് കണ്ടാൽ ഒരു തട്ടിക്കൂട്ട് മടക്കി അങ്ങോട്ട് വെക്കലാണ് ഞാൻ ചെയ്യാറ്. അല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര ഇതിൽ മടക്കി വെക്കാറൊന്നുമില്ല. എനിക്ക് അത്ര മടക്കാറുള്ള ഞാൻ അങ്ങനെ ഇഷ്ടമില്ലാത്ത പണിയായിട്ട് വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കും. അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. അപ്പോൾ കുറേ പണികളോട് ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ആദ്യം തന്നെ തുണി മടക്കൽ അങ്ങോട്ട് കഴിഞ്ഞാലോ എന്ന്. അപ്പോൾ അങ്ങോട്ട് മടക്കിയൊക്കെ ഇട്ടിട്ടാ. പിന്നെ കണ്ടില്ലേ പെട്ടി, കണ്ടില്ലേ വന്നിരിക്കണ പെട്ടിയാ. ഇന്നലെ വന്നത്. ഇന്നലെ വന്നിട്ട് പെട്ടി തുറന്നിട്ട് ഒന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ഇട്ട തുണികളുണ്ടായിരുന്നില്ല അവിടുന്ന്. അപ്പോൾ അധികം ഒന്നും ആവാത്ത തുണികളുണ്ടെങ്കിൽ ഞങ്ങളത് നീർത്തിട്ടൊരു വേർപ്പൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരുമ്പണ്ട വിചാരിച്ചിട്ട് മടക്കി എടുത്തേക്കാണ്. പിന്നെ സ്വിമ്മിങ് പൂളിൽ കളിച്ചതൊക്കെ, വെള്ളത്തിൽ കളിച്ചതൊക്കെ ഞാൻ കവറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കഴുകാൻ വേണ്ടിയിട്ട്. കാരണം അത് കരിമ്പിലടിക്കുമല്ലോ നാളെ ആകുമ്പോഴത്തേനും. പിന്നെ തന്നെ അത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ പെട്ടി ഒന്ന് കാലിയാക്കി വെക്കണം. ഈ പെട്ടി ഇങ്ങനെ കിടക്കുന്ന ഷാമയൊക്കെ പറയുന്നത്, വന്നിട്ട് പെട്ടി അവിടെ കിടക്കുമല്ലോ, ഒന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലോ പറയുന്നത്. പിന്നെ ഐബൂൻ ഡ്രസ്സുകളൊക്കെ എങ്ങനെ പോയാലും അവൻ ഓരോന്നൊക്കെ ആക്കിയിട്ട് മുഷിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കഴുകണം. അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ക്ലീനിങ് പരിപാടി വലിയ ഇഷ്ടമില്ലാത്ത ആളാട്ട്. ഈ ഒതുക്കൽ പിടിക്കൽ, കുക്കിംഗ് ആണ് എൻ്റെ ഒരു കംഫർട്ട് സോണ്. കുക്കിംഗ് എത്ര ചെയ്താലും, കാരണം കുക്കിംഗ് ചെയ്തിട്ട് നമ്മൾ ഒരു ഷാമിയൊക്കെ നന്നായി കുറമ്പൊക്കെ വീണ്ടും കുക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ക്ലീനിങ് എന്താണ് അങ്ങോട്ട് ഇഷ്ടത്തോടെ ചെയ്യണ കാര്യമൊന്നുമില്ല, ചെയ്യണമല്ലോ എന്ന രീതിയിലാണ് ചെയ്യാറ്. ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ എന്താ വീട് വൃത്തിയാവില്ലല്ലോ എന്ന രീതിയിലാണ് ക്ലീനിങ് ചെയ്യുക. അല്ലാണ്ട് മറ്റേ ഇതുപോലെ കുക്കിംഗ് ഇഷ്ടമുള്ള പോലെ ചെയ്യണ പോലെ ക്ലീനിങ് ഇഷ്ടത്തോടെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഐബൂന് യൂസ് ചെയ്യാത്ത ഇങ്ങനെ ടൗലും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച ശേഷം ബാക്കി തിരുമ്പാളതൊക്കെ സോർട്ട് ചെയ്തിട്ട് അടിയിക്കിട്ടിട്ട് അത് ഇപ്പന്നെ പോയി തിരുമ്പാൻ നോക്കുകയാണ്. കാരണം നനഞ്ഞതും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിയിക്കിട്ടിട്ട് വേഗം തിരുമ്പട്ടെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. പറ്റിച്ചോ? അതുപോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ് കൂടി, ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം കുക്കിംഗ് കൂടി ചെയ്ത് നടക്കൂല. അപ്പം ഞാൻ അറിയാം സ്റ്റെക്കേഷൻ പോണതിൻ്റെ തലേദിവസം തന്നെ എന്തായാലും വന്നു കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം നല്ല ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസിൽ കയറ്റി വെച്ച് പോയിട്ട്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നാശമാവില്ലല്ലോ, നമുക്ക് വന്നു കഴിഞ്ഞാൽ വേഗത്ത് ചൂടാക്കാമല്ലോ. അപ്പോൾ പിന്നെ ആ പണി ഉണ്ടായിരുന്നില്ല, അതാണ് കട്ടായിട്ട് ഇരിക്കേണ്ടിയിരുന്നത്.
ഇനിയിപ്പോൾ ഐബൂസ് അവിടെ വൃത്തിയാക്കിയ കാര്യങ്ങളുണ്ടല്ലോ അത് പിന്നെ എൻ്റെ ഡെയിലി റുട്ടീനിലായിപ്പോയി. എന്നും തന്നെ രാവിലെ ഞാൻ ഒതുക്കി വെക്കുക, അവ എണിച്ച് വന്നാവും വൃത്തിയിടാക്കുക, വീണ്ടും രാത്രി ഒതുക്കിക്കുക, ഇത് തന്നെ പണി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തലക്ക് ഇങ്ങനെ പ്രാത് കയറും, അങ്ങനെ 2-3 വട്ടമൊക്കെ വൃത്തിയാക്കണ്ട. അവൻ വരണുണ്ട്, അവനക്ക് തീരെ ഒതുക്കി വെക്കണ കാണാൻ ഇഷ്ടമല്ല. ഞാനിങ്ങനെ അവനക്ക് പാമ്പ് വേണം മറ്റേത് വേണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ മറ്റേ ബാസ്ക്കറ്റിലാക്കിയൊക്കെ ഒതുക്കി പറക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് ഇഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക, മമ്മ എന്നിട്ട് ഒറ്റ മറക്കില്ല. അവനക്ക് ഭയങ്കര ഒരു ഉത്സാഹം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം ഇടയ്ക്ക് ഞാൻ ഷാമേക്കോട് പറഞ്ഞിട്ടോ അവിടെ കിടന്നോട്ടെ, രാത്രി ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാന്ന്. കാരണം ഇത് 2-3 വട്ടം ക്ലീൻ ആക്കുമ്പോൾ അമ്മക്ക് തലക്ക് ഭ്രാന്ത് വരില്ലേ. ക്ലീൻ ആക്കാത്ത ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തായാലും തലക്ക് ഭ്രാന്ത്. ഈ OCD പോലത്തെ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവട്ടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വലിയ താല്പര്യം ഇതില്ല എപ്പോഴും ഇങ്ങനെ ഒരേ കാര്യം 10 വട്ടം ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പം പിന്നെ ഞാൻ ഒതുക്കി വെച്ചിട്ട് ഞാൻ മേലെ കയറ്റിയേക്കാൻ പോകും ബാസ്ക്കറ്റില്ലെങ്കിൽ അവൻ വീഡിയോ വലിച്ചിടും. അപ്പം അങ്ങനെ അവനെ ബാസ്ക്കറ്റൊക്കെ മേലെ കയറ്റി വെച്ചിട്ട് അവന് ഷാമിയാക്കയുടെ അടുത്ത് ഒതുക്കി ഇരുത്തിയിട്ട്, കാരണം വീണ്ടും വന്നു കഴിഞ്ഞാൽ അവൻ വീണ്ടും വലിച്ചിടും. വൃത്തിയാക്കുമ്പോൾ നമ്മൾ വൃത്തിയാക്കി ഫുള്ള് ക്ലീൻ ആക്കി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ വലിച്ചിടുമ്പോൾ തലക്ക് ഭ്രാന്ത് വരും. അപ്പോൾ ഷാമിയൊക്കെ കളി കഴിഞ്ഞ് എത്തിയോണ്ട് ഷാമിയൊക്കെ അടുത്ത് ആക്കി കൊടുത്തിട്ട് ഇനി അവിടെ ഇരുന്നോളും. ഷാമിയൊക്കെ അടുത്ത് കുറച്ച് നേരം കളിച്ചങ്ങനെ ഇരുന്നോളും. അപ്പം ഞാൻ പറയും ഷാമിയൊക്കെ എപ്പോഴും പോയിട്ട് എനിക്ക് ക്ലീനിങ് കുക്കിങ് കൂടി ഒരേപോലെ. ഇക്കെന്തോ ക്ലീനിങ്ങിനോട് വലിയൊരു താല്പര്യമില്ല, പൊതുവെ ഇഷ്ടമില്ല ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ക്ലീൻ ചെയ്യുക അത്ര. ഞാൻ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ ഇങ്ങനെ അടിച്ചോനടക്കം കിടക്കും. ഷാമിക്കോട് എനിക്ക് കാലുമ്പോൾ കുത്തണമെന്നില്ല ചോദിക്കും. എനിക്ക് അങ്ങനെ OCD ഇല്ലാത്തതുകൊണ്ടാവും. ചിലപ്പോൾ OCD ഉള്ള ആൾക്കാരൊക്കെ വെച്ച് പ്രാന്തൊന്നും ഓടിയായി പോയി നേരെ വലിച്ചിട്ടാണ് ഷാമിക്കോർ എൻ്റെ പണി എൻ്റെ ഇതാണ് അവനക്ക് കിട്ടിയേക്കണെന്നൊക്കെ പറയട്ടാ. അങ്ങനെ ഞാൻ അടിച്ചോരി മുഴുവനാക്കട്ടെ. അപ്പം എല്ലാം ക്ലീനാക്കി ഒതുക്കി പറക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ലൈഫ് സേവറായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ തോന്നിയ സാധനമായിട്ട് ഈ മോപ്പ്. എൻ്റെ മക്കൾ സൂപ്പർ സാധനമാണ്. നമുക്ക് നാട്ടിലത്തെ പോലെ ഉരിപ്പിഴ അങ്ങനത്തെ വേണ്ടത് കണ്ട ഒരു ബോട്ടിൽ നമ്മൾ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് ജസ്റ്റ് ആ മോപ്പിൻ്റെ അവിടെ ഒരു ബട്ടൺ പോലത്തെ ഒരു പ്രസ് ചെയ്യുന്ന സാധനം, ആ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമുക്ക് ലിക്വിഡ് അവിടെ ഇതായിക്കൊണ്ടിരിക്കും കണ്ട. അപ്പോൾ നല്ല സുഖമാണ്. ജസ്റ്റ് അത് അങ്ങനെ ആകുമ്പോൾ അങ്ങനെ തുടച്ചെടുത്താൽ മാത്രം മതി. ആ സംഭവം നമുക്ക് ക്ലോത്ത് കുറേ ഉണ്ടാവും കേട്ടോ, അത് നമുക്ക് ഇഷ്ടം പോലെ മാറ്റാം. ഇത് ഭയങ്കര ലൈഫ്. ഞാൻ ഷാമിയക്കോട് പറയുന്നത് ഇത് മേടിച്ചാൽ നല്ല ഉപകാരമാണ്. കാരണം അയിബ് ഇങ്ങനെ വൃത്തിയേടാക്കുമ്പോൾ നാട്ടിലത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞ് തുടക്കുക അപ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. ജസ്റ്റ് അങ്ങനെ സ്പ്രേ ചെയ്യുക, അങ്ങനെ തുടച്ചെടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാധനം. ഷാമിയൊക്കെ ഓൺലൈനിൽ മേടിച്ചതാണോ അതോ ഏതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണോ, എന്തായാലും നല്ല യൂസ്ഫുൾ സാധനമാണിത്. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വെച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ രാത്രിയായിട്ട് അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യട്ടെ വിചാരിച്ച് വന്നേക്കെ കേട്ടോ. നമ്മൾ റിസോർട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക ഏതുനേരം ഒരുങ്ങിയിട്ടൊക്കെ അല്ലോ. അപ്പോൾ ഞാൻ തീരെ ഫേസ് രാത്രി ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ആകെ അലമ്പായിട്ട് ഫേസ് കിടന്നിരുന്നത്. എന്നിട്ട് നല്ല ഒരു കുരും വന്ന്, അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം വൃത്തിയിടാണ് മുഖം. ഇപ്പോൾ കുരും വന്ന് രാത്രി ഹെവി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെയും ഫേസ് വാഷ് ചെയ്യില്ല, അപ്പോൾ നല്ല മുഖം കേടാവുമല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ വിചാരിച്ചിട്ടുണ്ട് നല്ലപോലെ ഫേസ് വാഷൊക്കെ ഇട്ട് ടോണറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര മോശമാവാണ് സ്കിന്നെ. ഒന്നാമത് വിൻ്ററായിട്ട് ഭയങ്കര മോശം. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്ന ശേഷം മടിയായിട്ട് രാത്രി ഒന്നും തീരെ സ്കിൻ കെയർ ചെയ്യില്ല, അങ്ങനെയാണ് കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര മോശം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ടോണർ ഫേസ് വാഷൊക്കെ കാണിച്ച നേരം മറ്റേ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഡോട്ടെങ്കിയുടെ പപ്പായയുടെയാണ്. ഭയങ്കര സ്മെല്ലുമാണ്, പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇടുമ്പോൾ ഭയങ്കര കൂളിങ് എഫക്റ്റാണ് ഫേസിൽ. എൻ്റെ ഡ്രൈ സ്കിന്നായിട്ട് നല്ല ഇഷ്ടം, ഓയിലി സ്കിന്നുകാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ അങ്ങോട്ട് തീർത്തിട്ടൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തൊക്കെ വീഡിയോസും വേണ്ടതെന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പുതിയ ആൾക്കാരെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.